ഒരു ഗുണ്ടേനെ കാണാൻ ഞാൻ വന്നേക്കുന്നത്. ഗുണ്ടയുടെ വീട്ടിലാണ്. കിളിവാതിലൊക്കെ തുറന്ന് ഹായ് ഗുണ്ട. ഗോപം ഗുണ്ടയുണ്ടോ ചേച്ചി ഈ വീട്ടിൽ? ഗോതമ്പുണ്ടയുടെ എന്നോട് നിക്കാൻ പറഞ്ഞതാണല്ലോ. അട ഓടുന്നില്ല കൂടെ ചേച്ചി. പറ എന്തി നിങ്ങളുടെ ഗോപം ഗുണ്ട എന്തി ഇവിടെ ഉണ്ട്? ഇത് നമ്മുടെ ഷായി ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഞാൻ കേട്ടോ, ഞാൻ വിളിച്ചു നിർത്തിയതല്ലേ, ഇവിടെ വാ. ഞാൻ വിളിച്ചിവിടെ നിർത്തി, ഞാൻ വരയൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ നിൽക്കാനൊക്കെ പറഞ്ഞു. ക്യാമറ കണ്ട ഭാഗത്തോട്ട് ഓടിപ്പോയി അല്ലേ? ഞാനിത് വെച്ചോണ്ട് വന്നപ്പോ എന്നോട് പറയാം, കുതിരവട്ടം പപ്പൂനെ പോയി കൗണ്ടർ അടിച്ചത് ഫസ്റ്റ് വൈഫാ. വൈഫാ. ചേച്ചിയുടെ പേര് ശാലിനി. ശാലിനി അല്ല കേട്ടോ, ഇത് ഈ ഗുണ്ടകൾക്ക് ആളൊന്നിന് 4 അപ്പോ ഒരു മുട്ടക്കറിയും മേടിച്ച് കൊടുത്തിട്ട് കൊണ്ടുവന്നതാ. അത് അവളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ. നല്ല സൂപ്പർ അല്ലേ, സുന്ദരി അല്ലേ? ഞാൻ പിള്ളേരോട് ചോദിച്ചില്ല. ശാലിനി ചേച്ചി അല്ലേ? ശാലിനി എന്റെ കൂട്ടുകാരി. പേരെങ്ങനെയാണ്? ശാലിൻ ഷാജി. ശാലിൻ ഷാജി. ഇങ്ങനെ ഇത്ര ബഹുമാനം ഒന്നും വേണ്ട. ഷാജി ഉണ്ട് അവിടെ. ഷാജി ഉണ്ട്. പേരെങ്ങനെയാ? പത്മനാഭ്. ഞാൻ ഞെട്ടി. പത്മനാഭൻ. എഴുതി ചന്ദ്രകല വരെ ഉള്ളൂ. പത്മനാഭ്. എന്റെ അച്ഛന്റെ പേരാ പത്മനാഭൻ. ഓക്കെ, അത് വെട്ടി കുറച്ച് പിന്നിട്ടില്ല. പത്മനാഭൻ നായക് +2 അല്ലേ? +1. ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് വരും. നമ്മളെ എന്നെ വിളിച്ചു കയറ്റണ്ട, നമുക്ക് ഇങ്ങോട്ട് പോകാം. നമുക്ക് ഷായിച്ചേട്ടന്റെ വീടല്ല, പിന്നെ എന്നാ ഷായി കൊട്ടാരം. കൊട്ടാരം കാണാം. ഷായിച്ചേട്ടൻ എന്നോട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഷായിച്ചേട്ടാ. ചേച്ചി എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര ഒത്തിരി നാളത്തെ പഴക്കമുള്ള വീടാണ്. 70 വർഷം. 70 വർഷം. അത് ചുമ്മാ ചേട്ടനെ കഴിഞ്ഞ് ഇളയതെന്ന് പറയാം. 2 വയസ്സിന് 90 ഇത് ഈ വീടിന് 70 വർഷത്തെ പഴക്കമുണ്ടല്ലേ? അത് നിങ്ങളുടെ ഇപ്പൊ ചേച്ചിനോട് പറഞ്ഞു ഈ വീട്ടിൽ ഒത്തിരി മുറിയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചത്. അവിടെ ഇവിടെ ഒക്കെ മുറിയാ. നമ്മൾ അവർക്ക് പുറമേന്ന് കാണുമ്പോ ഇത്രേ ഉള്ളെന്ന്, പക്ഷെ ഇങ്ങനെ തുറന്നു ചെല്ലുമ്പോ മറ്റേ 7 ജാലകം അങ്ങനെ നമ്മൾ പറയത്തില്ലേ, 7 വാതില് തുറന്നു ചെന്ന് വേണം ഇത് കാണാന്ന് പറഞ്ഞ പോലെ ഈ വീട് നിറച്ചും അങ്ങനെ. അതിന് കാരണം ചേച്ചി എന്നോട് പറഞ്ഞൊരു കാരണമുണ്ട്. കാരണം എന്താ ചേച്ചി പറ ചേച്ചി കേക്കട്ടെ. അല്ല ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം വരുമ്പോ ഓരോ വീട് 18 പേരുണ്ടായിരുന്ന വീട്. ഇവരെങ്ങനെയാന്ന് വെച്ചാൽ 18 പേരുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരും കല്യാണം കഴിച്ചപ്പോ ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്താണ് വീട് നിലയിലായത് അല്ലേ? അങ്ങനെയാണോ 18 പേര് ഓൾറെഡി ഉണ്ടായിരുന്നത്? ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കട്ടികളൊന്നുമല്ല. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കാണോ 18 മക്കള്? അല്ല, അവര് 8-9 പേരുണ്ട്. പിന്നെ ഞങ്ങളും കുറച്ച് ആൾക്കാർ വന്നു. അതിനുശേഷമാണ് അവർ കല്യാണം കഴിക്കുന്നത്. ഷായി ചേട്ടൻ ഞാൻ വരൂന്ന് പറഞ്ഞിട്ടാണോ? എന്നാ ഇരിക്കാം. എല്ലാരും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വന്ന് ഇരിക്കേ. ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും വരുന്നു. ഞാൻ മതിയോ? എങ്ങനെയെങ്കിലും ഒന്ന് ഇരിക്കേ. ഞാൻ വരൂന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ. ഇത് വെള്ളമുണ്ടല്ലേ? ഇത് മറ്റേയാണല്ലോ, എന്തോ കാവിമുണ്ട് കളർ പോയതാ. ഇത് മുക്കിയെടുത്തോ എന്ന് പറഞ്ഞ ഈ പുള്ളി ഇങ്ങനെ മുക്കി. അങ്ങനല്ല ഉദ്ദേശിച്ചത്, കളർ മുക്കിയതാണ്. ആണോ? അതെന്ത് കളർ മുക്കി? ഇത് പ്യുവർ വൈറ്റ് ആയിരുന്നു. അപ്പൊ കോടി കളർ മേടിച്ച് മുക്കിയത്. അത് കോടിയില്ലല്ലോ, കോടി പോയല്ലോ അത്. ഇത് 1,00,000 വരെ വരും. കോടിയൊന്നും ഇല്ല, 1,00,000 വരെ വരത്തുള്ളൂ. എന്നോട് പറഞ്ഞത് ഷായി ചേട്ടനെ കഴിഞ്ഞ് കൗണ്ടർ അടിക്കുന്ന ചേച്ചിയാണെന്നാ. ചേച്ചി ഇത് വാ തുറക്കുന്നില്ലല്ലോ. ആൾക്കാരെ കാണുമ്പോൾ മിണ്ടത്തില്ല, ക്യാമറ കൂടെ വന്നാൽ മിണ്ടത്തില്ല. എന്റെ അടുത്തുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. സത്യം പറ, ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നോ? എങ്ങനെ അഭിനയിക്കണം? ഞാനിപ്പോ അവനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വിളിക്കാൻ പോയി. അങ്ങനൊക്കെയാ ഇത്. അല്ലെങ്കിൽ ഇവിടെ കൂറയാ. ഞാനും ഇവനും ഒക്കെയാണ്. എന്റെ കോമഡിക്ക് ചിരിച്ചേട്ടാ. വേറെ കാര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ കയറ്റുമല്ലേ. ഈ വീടിന്റെ അപ്പുറത്തൊരു ഭാഗമുണ്ട്, അത് ഇടിമുറിയാന്നാ പറഞ്ഞത് അല്ലേ? ഇടിച്ചിടിച്ചാണ് ഇങ്ങനെ. അങ്ങനെയൊക്കെ. എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഇവക്ക് വണ്ണം തീരെ കുറവായിരുന്നു. എപ്പോഴത്തെ കാലം? കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ നല്ല തടിയുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കൊരു ഭയങ്കര വ്യത്യാസം തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പോഴത്തേനും ഇവിടുത്തെ ചേച്ചിക്കും വിഷമം, ചേച്ചി വണ്ണം വെച്ചു. ഞാൻ എന്റെ പ്രവർത്തനങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി. അവിടെ തടി കൂടി. ചേച്ചി പിന്നെ പ്രയത്നിക്കാതെയാണോ തടി കൂടിയെന്നാണോ? ചേച്ചിയും പ്രയത്നിച്ച് നന്നായിട്ട് ഭയങ്കര പ്രയത്നമാണ്. കപ്പലണ്ടിയും എല്ലാം ഞങ്ങളെ പുച്ഛിക്കരുത്. ഞങ്ങളൊക്കെ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുന്ന ആൾക്കാരാണ്. അത് കഴിക്കാണ്ട് പിടിക്കാത്തവര് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ.
പിച്ച്. ഇതാ സ്റ്റാൻഡപ്പ് കോമഡി വിട്ടിട്ടൊന്നും വാ, ഇത് മനോരമയുടെ ഫ്ലോർ അല്ല, ഇത് ഞങ്ങൾക്ക് വേണ്ടിട്ട് തരുന്ന ഒരു സാധനം. എന്നാ പറഞ്ഞാലും സ്റ്റാൻഡപ്പ് വെച്ചിട്ടാ കോമഡി അടിക്കുന്നത്. മഞ്ജു ചേച്ചി ഇരിക്കുന്നത് ഇങ്ങനെ ചിരിക്കാന്ന് ഇവിടെ ആളില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു. ശരി, തകർത്തോ. തകർത്തോ ചേട്ടാ. മൂത്ത മോൻ പത്മനാഭൻ, ആ. ശാലിനി, ഷാജി. കാരണം ഷാജിയുടെ കൂടെ പേര് കുറേശ്ശെ എടുത്തിട്ട് ഉണ്ടാക്കി. അങ്ങനെ ഇത് ഷാജി, ഭയങ്കര പുള്ളിയാ. ഞാൻ കണ്ടു ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് എല്ലാരും ഇങ്ങനെ, നിങ്ങക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ മേലായിരുന്നോ, ഇലക്ഷൻ നിൽക്കാൻ മേലായിരുന്നോ? നമുക്ക് അങ്ങനെയുള്ളൊരു താല്പര്യം ഇല്ലേ? അയ്യോ സത്യത്തിൽ ഈ പൂ കൊണ്ടുവന്ന് എന്തിനാന്നറിയോ? എന്റെ ചോദിക്കി വെക്കാനായിട്ട് അല്ല, ചേട്ടനെ സ്വീകരിക്കണം ഞങ്ങളുടെ ഇന്റർവ്യൂലേക്ക്. ഞാൻ ഇങ്ങനെ ഇരുന്ന് പോയി, അതാണ് സോറി കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കാം ഈ പൂ കിട്ടിയാൽ തിരിക്കുന്നത് എന്തിനാണെന്ന്, അപ്പോഴാ ഓർത്തത്. ചേട്ടാ, പ്രേമിച്ചാണോ കല്യാണം കഴിച്ചേ? അല്ല, നേരെ അവരുടെ വീട്ടിൽ ചെന്ന് ആലോചിച്ചു. ആണോ? ഇതിന്റെ തൊട്ടപ്പുറത്താണോ? ഇവിടെ നിന്നൊരു 250 മീറ്റർ വരും. അയ്യോ എന്ത് ദൂരാ ചേട്ടാ. പിന്നെ എത്ര ബസ് കയറിയല്ലേ? അതെ, 250 മീറ്റർ എത്തുന്നേ. ബസ്സൊക്കെ കയറാൻ അതുകൊണ്ടാ ചോദിച്ചാ പ്രേമിച്ചാണോ കിട്ടിയെന്ന്. അല്ല, ആണോ ചേച്ചി? പിന്നെ കണ്ടു കിട്ടിയതാ? അവൾ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ഒരു കണക്ക് പറഞ്ഞു. ഇത് സായിച്ചേട്ടൻ പറഞ്ഞല്ലേ, സായിച്ചേട്ടൻ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ അടിച്ചു മാറ്റി ടീമാ. ഞാൻ SLC-ക്കൊക്കെ ചുമ്മാ ഇങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അത് തുറന്നു ഇങ്ങനെയല്ല, SLC-ക്കൊക്കെ ഞാൻ ഇവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. നിർത്തി പറയൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി തിരുവനന്തപുരത്ത് പഠിക്കാൻ വേണ്ടി. മ്യൂസിക് മ്യൂസിക്കും പഠിച്ചു. അങ്ങനെയൊക്കെ പഠിച്ചു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഇവരുടെ വീടിനടുത്ത് വന്നു. നമ്മളവിടെ ഗ്രൗണ്ട്, അവിടെ പന്ത് കളിക്കുന്നു, ഫുട്ബോൾ ഗ്രൗണ്ട് അവിടെ. അപ്പൊ ഞാൻ ഭയങ്കര ഫുട്ബോളറായിരുന്നു കേട്ടോ. അങ്ങനെ കളിക്കാൻ പോയി. അപ്പൊ ഒരു ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി അവിടെ നിൽക്കുന്നു. ഞാൻ നോക്കുന്നുണ്ട് വലിയൊരു കുട്ടി. അപ്പൊ മറ്റേത് അപ്പൊ ഞാൻ ചുമ്മാ ഇവിടെ ഞാൻ നിന്റെ കല്യാണം കഴിയട്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വീട്ടിൽ വന്നു. അന്നത്തെ കാലത്ത് ഞാൻ വിശ്വസിക്കണം. അന്നും കാലത്ത് ഇന്നും കാലത്ത് ചേട്ടാ ഞാൻ വിശ്വസിച്ചില്ല നിങ്ങൾ നേരിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞ. അവളോടാ ചോദിച്ചേ. അപ്പൊ അവള് പറഞ്ഞ് വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിക്കാം. ചേച്ചിയോട് ചോദിച്ചോ? അതെന്ത് ധൈര്യത്തിലാന്ന് ചോദിച്ചാ? അങ്ങനെ ധൈര്യമൊന്നുമില്ല, കാരണം ഒറ്റയിടത്തും പെണ്ണ് കിട്ടാനില്ല, തിരുത്തില്ല. പോകുന്നതൊക്കെ അവരൊക്കെ കണ്ടിട്ട് കൊള്ളാം. അപ്പം നമുക്ക് പെണ്ണ് കണ്ടൽ ചടങ്ങ് നടന്നോണ്ടിരിക്കുന്ന സമയമാണ്. അതെ, അപ്പം എല്ലായിടത്തും ഞാൻ കണ്ട് ശരി. പിന്നെ മറ്റേ പുള്ളി നമ്മളെന്നാ അങ്ങോട്ട് വരണ്ടേ, എന്തോ അതിന് അവര്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു 10-15 എടുത്ത് പോകും, രക്ഷയില്ല, നമുക്ക് ഇല്ലെന്ന് അവസ്ഥ. പിന്നെ ചുമ്മാതെ ഫുട്ബോൾ നോക്കിയ പോലെ ഒന്ന് എറിഞ്ഞു നോക്കിയതല്ലേ? എറിഞ്ഞു. അത് കൊണ്ടു വൈകിട്ട് ചെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് വീട്ടിൽ കൊണ്ട് പോകണം. ആണോ ചേച്ചി? അച്ഛന് സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു? പുള്ളി പാവം, ദൂരമൊന്നും അല്ല, നല്ല ദൂരമുള്ള മനസ്സിലാവും. ചേച്ചി നിങ്ങൾ ഇരുത്തി ആക്കണാണ്, സമ്മതിക്കരുത് ചേച്ചി. ഈ ഷായ്ചേട്ടന് ഒരു ഫ്രെയിം ഉണ്ട്, നാട്ടുകാരറിയും ഷായ്ചേട്ടന് ഫ്രാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കയറ്റം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഓക്കെ. ഓ എന്റെ ദൈവം, എനിക്ക് സമാധാനം കിട്ടിയില്ലേ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു രാവിലെ. തരും. തരും. എനിക്ക് ഇഷ്ടമായി ചേച്ചി.